അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ആക്ടേഴ്സ് ഉണ്ട്, അവര് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സീനിൽ അഭിനയിക്കുമ്പോൾ നമുക്കതൊരു അഭിനയമായിട്ട് തോന്നുകയില്ല. അവരത് നന്നായിട്ട് ജീവിച്ചു കാണിക്കും. ശരിക്കും നമ്മളുടെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നും ആ സീനുകൾ കണ്ടാൽ. മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും അവര് കരയുമ്പോൾ കൂടെ കരയാൻ നമ്മൾക്ക് തോന്നും, അവര് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ. അതുപോലെയുള്ള രണ്ട് ഹോളിവുഡ് ആക്ടേഴ്സ് ആണ് റയാൻ ഗോസ്ലിംഗും കിലിയൻ മർഫി. രണ്ട് വ്യത്യസ്ത രീതികളിലാണ് ഇവർ അഭിനയിക്കുന്നത്. പക്ഷേ ഇവർ വേദനിക്കുമ്പോൾ നമ്മളും വേദനിക്കും. റയാൻ ഗോസ്ലിംഗ് ഒരു ഹാർട്ട് ബ്രേക്ക് അഭിനയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവനത് തന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് അത് ശരിക്കും സംഭവിച്ചുവെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ബ്ലൂ വാലന്റൈനും ലാലാ ലാൻഡും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അവന്റെ ഒരു നോട്ടത്തില്, അവന്റെ കാത്തിരിപ്പില്, അവന്റെ പ്രതീക്ഷയില് നമ്മൾ അത് തിരിച്ചറിയുകയാണ്. സറ്റിൽ ആയിട്ടുള്ള ഭാവങ്ങളിലൂടെയാണ് അവന്റെ ഇമോഷൻസിനെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അവന്റെ ഓരോ മൗനത്തിലും ഓരോ പുഞ്ചിരിയിലും അവന്റെ മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്ന അവന്റെ ഭൂതകാലമാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. നഷ്ടപ്പെട്ട സ്നേഹവും കാത്തിരിപ്പുമെല്ലാം വളരെ ഈസി ആയിട്ട് റയാൻ ഗോസ്ലിംഗ് നമ്മളുടെ ഹൃദയത്തിലേക്ക് കുത്തിവെക്കുകയാണ്. ഇനിയും കിലിയൻ മർഫിയിലേക്ക് വരാം. അവൻ ഹാർട്ട് ബ്രേക്ക് ഒരിക്കലും നമ്മളെ കാണിക്കാറില്ല. അവന്റെ വേദനയിൽ അവൻ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ ഒരിക്കലും സ്ക്രീനിൽ കാണില്ല. അവനത് വിഴുങ്ങുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. എപ്പോഴും കിലിയൻ മർഫിയുടെ ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുക തണുപ്പനും കഠിന ഹൃദയനും ഒറ്റപ്പെട്ടവനും ഒക്കെ ആയിട്ടായിരിക്കും. പീക്കി ബ്ലൈൻഡേഴ്സിൽ തോമസ് ഷെൽബി എന്ന ക്യാരക്ടർ അവനൊരു സിഗരറ്റ് കത്തിക്കും. ഒന്നുമില്ലാത്ത പോലെ കണ്ണുകൾ ഡെഡാക്കി വെച്ച് ബ്ലാങ്ക് ആയി ദൂരത്തേക്കുന്നു. ആ മൗനം നമ്മളോട് എല്ലാം പറയും. ഇനി ഓപ്പൺഹൈമർ എടുത്താൽ നാശത്തിന്റെയും നഷ്ടത്തിന്റെയും കുറ്റബോധം അവന്റെ എല്ലുകളിലേക്ക് വരെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾക്ക് തോന്നും. കിലിയൻ മർഫിനെയും അതുപോലെ തന്നെ റയാൻ ഗോസ്ലിംഗിനെ എടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഈക്വലി നമ്മുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഗോസ്ലിംഗ് അത് ചെയ്യുന്നത് എല്ലാം അവൻ തന്നെ അനുഭവിക്കുന്നത് പോലെ തോന്നിച്ചിട്ടാണ്. എന്നാൽ മർഫി ഹൃദയം പൊട്ടി നുറുങ്ങുമ്പോഴും അത് നമ്മുടെ മുന്നിൽ നിന്ന് മറച്ചു വെച്ച് നിൽക്കുന്നതായി നമ്മൾക്ക് തോന്നും. ഗോസ്ലിംഗിന്റെ സാഡ്നെസ് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. മർഫിയുടെ സാഡ്നെസ് നമ്മളുടെ ഹൃദയത്തെ ഹോണ്ട് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഞാൻ മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ ആദ്യം മെൻഷൻ ചെയ്യാൻ കാരണം.